ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസിലെ സ്പെഷ്യലായിട്ട് ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഇതുപോലെ 3 കളറിലുള്ള പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ഫ്ലാഗിൻ്റെ കളറ് ഒരു A4 ഷീറ്റ് സൈസിലുള്ള പേപ്പറായിരുന്നു. അതിന് ഞാൻ നടുക്ക വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഫ്ലാഗിൻ്റെ കളർ അനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഓറഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതുപോലൊരു സൈഡിലായിട്ട് പശ തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു പോവല്ലേ. പുതിയ പുതിയ വീഡിയോസ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടിയും കൊടുക്കണേ. ഇനി നമുക്ക് ഈ വൈറ്റ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് പച്ച പേപ്പറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലാഗിൻ്റെ കളറ് ഓർഡർ അനുസരിച്ച് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്ലാഗിൻ്റെ കൂടെ ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊടുത്തു വിടാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കുട്ടികളും വളരെയധികം ഹാപ്പി ആവും. നമുക്കും ഇതുപോലെ ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾ വീട്ടിൽ വെച്ച് ചെയ്യാനും പറ്റും. വളരെ സിമ്പിളാണ്. ഇതുപോലൊന്നും ചെയ്യാൻ അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല നീളത്തിൽ കുറേ പ്രാവശ്യം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളൊരു ഫ്ലവർ പോലെ ഒരു സ്റ്റിക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഈ മടക്കിയ സൈഡിലെ ആ സൈഡാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ടറ്റം കട്ട് ചെയ്യാത്ത ഭാഗം കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ, മടക്കി കൊടുത്തതിൻ്റെ ആ ഭാഗത്താണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഇനി ഇത് ഫ്ലവറാക്കി ചുറ്റിയെടുക്കാൻ നമുക്കൊരു സ്റ്റിക്ക് വേണം. ഒരു സ്ട്രോ ആയാലും മതി. എൻ്റെ കയ്യിൽ സ്ട്രോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ സ്റ്റിക്ക് എടുക്കുക. ഇനി സ്റ്റിക്ക് ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു A4 ഷീറ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി സ്റ്റിക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ സൈഡിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് പശ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് കൊടുക്കുക. കുട്ടികളൊന്ന് ഹാപ്പി ആക്കുക. നമുക്കിതുപോലെ ഒന്ന് പശ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഓറഞ്ചാണ് ഞാൻ ഫസ്റ്റ് മുകളിലേക്ക് വെച്ചേക്കുന്നത്. നമ്മുടെ ഫ്ലാഗിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒട്ടും ഫ്ലോപ്പായൊന്നും പോവില്ല. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. കുറേ പേർക്ക് ഇതുപോലെ ചെയ്യാൻ അറിയായിരിക്കും.
അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലും കുറച്ച് പശ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ചധികം പശ തേച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, കാരണം എൻ്റെ മക്കൾ ചെറിയതാണ്. അപ്പോൾ അവർ ഇതിങ്ങനെ കൈ പിടിച്ച് പശയൊക്കെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ പശ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലവർ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതേ കണ്ടില്ലേ, ഈ അറ്റത്ത് ഒരു ഷേപ്പ് ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.